ഒന്നും പറയാനില്ല. അപ്ഗ്രേഡായി പുള്ളി അപ്ഗ്രേഡായി 2.0 ഇംഗ്ലീഷ് മൂവി പോലെ ഈ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ടച്ച് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും ആ ചെയ്തേക്കുന്ന അടിപൊളിയാണ്. വർക്ക് അടിപൊളിയായിട്ട് എക്സിക്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അടിപൊളിയാണ്. രാഹുൽ സദാശിവൻ എങ്ങനെ ഇമാജിൻ ചെയ്ത് കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു ഇല്ലാത്ത കാര്യം കണ്ട് പേടി അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹൊറർ എലമെന്റ്സ് ഉണ്ട്. പ്രണവിന്റെ ആക്ടിംഗ് ആണെങ്കിൽ നല്ലത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ടുണ്ട്. മൂവി എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെയും കണ്ട് ഇന്നും കണ്ടു. അതെ, ഇന്നലെ രാത്രി കണ്ട് ഇന്നും കണ്ടു. പേടിക്കാനൊന്നുമില്ല, പക്ഷേ പൊളി. പ്രണവ് ഒന്നും പറയാനില്ല. അപ്ഗ്രേഡായി പുള്ളി അപ്ഗ്രേഡായി 2.0. അതെ, പുള്ളി അപ്ഗ്രേഡായി. സത്യമായിട്ട് പ്രണവ് എനിക്ക് പറ്റിയ ഒരാളല്ല, പക്ഷേ പുള്ളി ഇതില് പൊളിച്ചടിക്ക് അപ്ഗ്രേഡ്. ബ്രോ മൂവി എങ്ങനെയുണ്ടായിരുന്നു? പ്രണവ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പേടിച്ചു പോലും. വേറൊന്നും പറയാനില്ല, നല്ല മൂവി. ഹൊററാണെങ്കിലും അതിലൊരു ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു മനുഷ്യർ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർക്കൊരു തിരിച്ചൊരു കർമ്മഫലമാണ് അത് ചെയ്യുന്നത്. വീണ്ടും അവർക്കൊരു ജീവിതം കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് ചെയ്ത തെറ്റുകൾ വീണ്ടും അവർക്കൊരു തിരുത്താനുള്ള അവസരം പോലെ തിരുത്തി അവരെ വേറൊരു അവസ്ഥയ്ക്ക് കൊണ്ടുപോകുന്നതാണ് അത് സബ്ജക്റ്റ്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടും. വളരെ സൂപ്പറായിരുന്നു. ഒരു ആക്ടിങ് അതല്ല, ഒരു നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട രീതിയിലാണ്. സാധാരണ സിനിമ പോലെ നമുക്ക് വീക്ഷിച്ച് പെട്ട എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു പിക്ചറാണ്, കാണാൻ നല്ല ആസ്വദിക്കുന്ന. അടിപൊളി മൂവിയായിരുന്നു, നല്ല രസമായിരുന്നു. ഇംഗ്ലീഷ് മൂവി പോലെ ഈ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ടച്ച് വരുന്നുണ്ട്. മലയാള സിനിമ നല്ല രീതിയിൽ വളരുന്നു. പിന്നെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പ്രണവിന്റെ ആക്ടിങ്? അടിപൊളി, നല്ല ആക്ടിങ് ആണ്. നല്ല റിയലിസ്റ്റിക് ആയിരുന്നു, കൊള്ളാം. പിന്നെ പേടിച്ചായിരുന്നോ സത്യത്തില്? കുറച്ച് ആ ഒരു ഡെഡ് ബോഡി സീനൊക്കെ കുറച്ച്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കഥയൊക്കെ കൊള്ളാം. രീതിയിലാണ് നമ്മൾ പ്രമേയുഗത്തിലും നമ്മുടെ പഴയ പുള്ളി ചെയ്തല്ലോ ആ പടത്തിൻ്റെ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ കിട്ടുന്ന ഒരു കിക്ക് ഓഫ് ഉണ്ട്. സീറ്റ് അടിച്ച് സാധനമാണ്, അത് കിഡിലുമാണ്. പക്ഷേ പ്രണവിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അപ്പൻ്റെ മോനാണ്. 2025 ലാലേട്ടൻ തൂക്കി, ബാക്കി പ്രണവ് തൂക്കുന്നുണ്ട്, ഉറപ്പാണ്. ഷോർ ഷോട്ട് 100% ആണ്. ഷോർ ഷോട്ടാണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഏട്ടാ ഓവറോൾ മൂവി? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇത് എന്താ പറയുക, നമ്മൾ സാധാരണ ഹൊറർ കണ്ട് പേടിക്കുന്ന അങ്ങനത്തെ സബ്ജക്റ്റ് അല്ല. പുള്ളി മുന്നേ പ്രമേയത്തിൽ ചെയ്ത അതേപോലെ തന്നെയാണ് പാറ്റേൺ വരുന്നത്. ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്, ആ ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് വല്ലാത്തൊരു കിക്കാണ്. കാരണം നമ്മൾ തരിച്ചിരുന്നു പോകും ആ സാധനം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും ആ ചെയ്തേക്കുന്ന അടിപൊളിയാണ്. വർക്ക് അടിപൊളിയായിട്ട് എക്സിക്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അടിപൊളിയാണ്. പ്രണവിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു രീതിയിൽ പ്രണവ് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് മാറും. അപ്പൻ്റെ മോൻ തന്നെയാണ്. ലാലേട്ടന് ഇതുപോലെ നമ്മുടെ രാഹുൽ സദാശിവൻ ഇതിന്റെ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യണം. ഒരു പ്രോജക്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ അത് കൺഫേം ചെയ്യണമെന്നാണ് ആഗ്രഹം. പൊളിച്ചെടുക്കും. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ മൂവി? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പേടിച്ചായിരുന്നോ അതിനകത്ത്? എങ്ങനെയുണ്ട്? പ്രമേയുഗം പോലെയൊക്കെ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണോ മൂവി? ഒരു സസ്പെൻസ് തിയേറ്ററിൽ തന്നെ കാണണം, അല്ലാതെ കണ്ടിട്ട് കാര്യം. പ്രണവിന്റെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ബ്രോ മൂവി എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലാത്ത പടം. രാഹുൽ സദാശിവൻ എങ്ങനെ ഇമാജിൻ ചെയ്ത് കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല രസമുണ്ട്. ക്രിസ്റ്റോ സേവറിന്റെ BGM ഒന്നും രക്ഷയില്ല. ഒരു സീനുണ്ട്, നമ്മൾ രോമാഞ്ചം അടിക്കും. അമ്മാതിരി പറയാൻ പറ്റണല്ലോ, അമ്മാതിരി രസമായിട്ട് ചോദിച്ചിട്ടുണ്ട് പടം. നല്ല വെറുത്ത് മൂവി, എനിക്കിഷ്ടം, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രണവ് എങ്ങനെയുണ്ട്? പ്രണവ് കഴിഞ്ഞ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം പറയാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. എല്ലാവരും വന്നിന്ന് കാണണം, നല്ല പടം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം, നല്ല രസമാണ്. ആ രാധാകൃഷ്ണനാണ് ഫൈനൽ മിക്സിംഗ് ഒക്കെ ചെയ്തേക്കണം. ഒരു രക്ഷയില്ലാതെ നമുക്ക് പേടിയാവും ചില സീൻസൊക്കെ. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പേടിച്ചായിരുന്നോ? പിന്നെ വിറയ്ക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല, കാരണം അടുത്ത് എന്താണെന്ന് നമുക്കൊന്ന് അറിയാൻ സാധിക്കും. എനിക്ക് പറ്റി, അതുകൊണ്ടാണ് എനിക്ക് അതിനെ പേടിച്ച് വരയ്ക്കാൻ പറ്റിയില്ല. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ പേടിക്കുന്നുണ്ടായിരുന്നു. നല്ല മേക്ക് പെർഫെക്റ്റ്. ഒരു കോൺച്യൂറിങ് ഓഫ് മലയാളം. പിന്നെ കുഴപ്പമില്ല. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പെർഫോമൻസ് വേറെ ലെവലാണ് പ്രണവ് ചെയ്തിരിക്കുന്നത്. ചുമ്മാ അച്ഛൻ്റെ മോനാണെന്ന് വെറുതെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് പ്രണവ് ചെയ്തിരിക്കുന്നത്. വലിയ ഒരു ഇല്ലാത്ത കാര്യം കണ്ട് പേടി അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
പുള്ളി സപ്പോർട്ട് ആക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, ഒരു പോറ്റി പോലെ ഒരു ക്യാരക്ടറുണ്ട്. ജിബിൻ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കര അപാര പെർഫോമൻസ് ആണ്. കിടിലൻ പടമാണ്. പേടിച്ചായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? പ്രമേയുഗം പോലെയൊക്കെ ഉള്ളൊരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണോ മൂവി? നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയൊന്നുമില്ല, പക്ഷേ നമ്മൾ പേടിക്കുന്നല്ലോ അല്ലേ. പ്രണവിന്റെ ആക്ടിങ് മസ്റ്റ് വാച്ച് ആണ്, നൈസാണ്. ഹൊറർ എലമെന്റ്സ് ഉണ്ട്. ഹൊറർ എലമെന്റ്സ് ഉണ്ട്. പ്രണവിന്റെ ആക്ടിങ് ആണെങ്കിൽ നല്ലത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പേടിച്ചായിരുന്നോ തിയേറ്ററിൽ ഇരുന്നിട്ട്? അങ്ങനെ ഭയങ്കര ഉണ്ടായിരുന്നു. ഹൊറർ എലമെന്റ്സ് ഉണ്ടായിരുന്നു. തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണോ? ഹൊററുണ്ട്, നല്ല ഹൊററും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. പ്രണവല്ല, അതിലുള്ളവരെല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റോറി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. നല്ല ഗുഡ് മൂവി. പക്ഷേ ഈ ഹൊററും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഓഡിയൻസ് മീൻസ് നമ്മൾ 10 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് ബെറ്ററാണ്. അതിന് താഴെയുള്ള കുട്ടികളത് കൊണ്ടുവരുന്നത്. ഹൊറർ ഇത്തിരി അധികം ഇത് ഭയങ്കര ഇതാണ്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല. ആ ഒരു ഇത് എന്നാൽ എക്സ്പെക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റൂല ആ ഒരു സംഭവം. ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല മൂവിയായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി. ഒരു രക്ഷയില്ലായിരുന്നു. പ്രണവ് ഇപ്പോഴാണ് അവൻ്റെ ജീൻ്റെ അച്ഛൻ്റെ മോനാണെന്ന് തെളിയിച്ചത്. ഇപ്പം അടിപൊളിയായിരുന്നു. തിയേറ്റർ ഓടി വണ്ടി തന്നെ വന്ന് കാണാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. പേടിച്ചായിരുന്നോ? ജംപ് സ്കെയർസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ സാധനം എന്ന് വെച്ചാൽ പ്രേതത്തെ കാണിക്കാണ്ട് എങ്ങനെയാണ് അത് ഫുൾ ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോഴും അറിയത്തില്ല. കാണിക്കുന്നത് എന്നാലും ആ ഒരു ലെവൽ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കിട്ടില്ല പടം, ഭയങ്കര സബ്ലൈം പെർഫെക്റ്റ് സാധനം. പിന്നെ എം.ആർ. രാജേഷൻ സാറെന്ന് തോന്നുന്നു സൗണ്ട് ചെയ്തൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും വല്ലാത്ത പണിലായി പോയി. സൂപ്പർ, അടിപൊളി സിനിമയാണ്. നിങ്ങൾ പോയി കണ്ടിട്ട്